ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ എക്സർസൈസ് 1.1 ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിറ്റർമിൻ വെദർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് ആർ റിഫ്ലക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അതിൽ ഫസ്റ്റ് റിലേഷൻ തന്നിരിക്കുന്നത് ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഫസ്റ്റ് സെക്ഷൻ. ഓക്കെ, relation R in the set A is equal to set 1, 2, 3 etc. up to 13, 14 defined as R is equal to set xy such that 3x minus y is equal to 0. അപ്പോൾ റിലേഷൻ എന്ന് വെച്ചാൽ 3x minus y is equal to 0 ആകത്തക്ക രീതിയിലാണ് എക്സും വൈയും റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 3x minus y is equal to 0 means y is equal to 3x. That means when x is equal to 1, y is equal to 3 into 1. Okay. When x is equal to 2, y is equal to 3 into 2, that is 6. When x is equal to 3, y is equal to 3 into 3, 9. When x is equal to 4, y is equal to 3 into 4, 12. When x is equal to 5, y is equal to 3 into 5, 15. But 15 is not there in the set A because the relation is from A to A. So we can see the relation, that is R is equal to set ordered pair 1, 3, 2, 6, 3, 9. ആൻഡ് 4, 12, 5, 15 എഴുതാൻ കഴിയില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് നോക്കണം. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും റിഫ്ലക്സീവ് മീൻസ് എ റിലേറ്റഡ് ടു എ, ദാറ്റ് മീൻസ് 1 റിലേറ്റഡ് ടു 1 ആകണം. പക്ഷേ ഇവിടെ എന്തില്ല, ഈ റിലേഷനിൽ 1, 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ഓർ 2, 2 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ദെയർഫോർ ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഓക്കെ, അടുത്തതായി നോക്കേണ്ടത് ആർ എന്ന് പറയുന്ന റിലേഷൻ സിമ്മട്രിക് ആണോ എന്ന് നോക്കണം. സിമ്മട്രിക് ആണെങ്കിൽ നമുക്ക് അറിയാം എ റിലേറ്റഡ് ടു ബി ഇംപ്ലൈസ് ബി റിലേറ്റഡ് ടു എ. ഓക്കെ, ഇവിടെ ഇപ്പോൾ 1, 3 ബിലോങ്സ് ടു ആർ. 1, 3 ഈസ് ദെയർ ഇൻ ദ സെറ്റ് ആർ, ബട്ട് 3, 1 does not belongs to R. Therefore, we can say that A, B belongs to R, but B, A does not belongs to R. Therefore, R is not symmetric. Now, we have to check that the relation is transitive. Transitive നിങ്ങൾക്ക് അറിയാം A related to B, B related to C, then A related to C. ഓക്കെ, ഇവിടെ ഇപ്പോൾ 1, 3 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ 3, 9 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തില്ല, 1, 9 എന്ന് പറയുന്ന സെറ്റ് എലമെൻറ്റ് ഈ റിലേഷനകത്തില്ല. അതുകൊണ്ട് തന്നെ റിലേഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ ഇവിടെ റിലേഷൻ റിഫ്ലക്സീവ് അല്ല, സിമ്മട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോകുന്നു. റിലേഷൻ ആർ ഇൻ ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ആസ് ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആൻഡ് എക്സ് ലെസ് ദാൻ 4. ഇവിടെ നോക്കുക, y എന്ന് വെച്ചാൽ y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. ദാറ്റ് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ദാറ്റ് മീൻസ് വെൻ എക്സ് ഈസ് ഈക്വൽ ടു 1, y ഈസ് ഈക്വൽ ടു 6. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 2, y ഈസ് ഈക്വൽ ടു 2 പ്ലസ് 5, ദാറ്റ് ഇസ് 7. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 3, y ഈസ് ഈക്വൽ ടു 3 പ്ലസ് 5, ദാറ്റ് ഇസ് 8. ദാറ്റ് മീൻസ് എക്സ് ലെസ് ദാൻ 4 സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ആണ്. പക്ഷേ നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണ് റിലേഷൻ. പക്ഷേ എക്സിൻ്റെ വില 4 ചെറുത് മതി. അതുകൊണ്ട് റിലേഷൻ എന്ത് കിട്ടും, 1, 6, 2, 7, 3, 8. വളരെ ക്ലിയർ ആണ്. 1, 1 ഇതിനകത്തില്ല, അതുകൊണ്ട് തന്നെ നോട്ട് റിഫ്ലക്സീവ്. ഇനി റിലേഷൻ സിമ്മട്രിക് ആണോ? അല്ല. 1, 6 ഉണ്ട്, പക്ഷേ 6, 1 ഇല്ല, അതുകൊണ്ട് തന്നെ സിമ്മട്രിക് അല്ല. ഇനി എന്താണ് ട്രാൻസിറ്റിവിറ്റി നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. 1, 6 ഉണ്ട്, പക്ഷേ 6ന് എന്തില്ല, ഇമേജ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്തില്ല, മറ്റൊരു എ ടു സി എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഈ റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി, വിച്ച് ഇംപ്ലൈസ് എ റിലേറ്റഡ് ടു സി ആണ്. എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു സിയും ഉണ്ടെങ്കിൽ മാത്രം എ റിലേറ്റഡ് ടു സി നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത തേർഡ് റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6 ആസ് ആർ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. Here set is given 1, 2, 3, 4, 5, 6 and relation is given that y is divisible by x. Okay, each and every number is divisible by itself, that is x is divisible by x itself. So x comma x belongs to R, therefore R is reflexive. Now if you are considering 2, 4 belongs to R as 4 is divisible by 2, ശരിയല്ലേ? പക്ഷേ തിരിച്ച് നമുക്ക് 4, 2 എടുക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് എന്തല്ല, റിലേഷൻ സിമ്മട്രിക് അല്ല. ഇനി അടുത്ത ട്രാൻസിറ്റീവ് ആണ് നോക്കുക. എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ, വൈ കോമ ഇസഡ് ബിലോങ്സ് ടു ആർ, ദെൻ വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ആൻഡ് ഇസഡ് ഈസ് ഡിവിസിബിൾ ബൈ വൈ. ദാറ്റ് ഈസ് 2, 4 belongs to R, 4, 8 belongs to R, then 2, 8 also belongs to R. Therefore, Z is divisible by X and the relation is transitive. Hence, R is reflexive, transitive, but not symmetric. Okay?
Now we are moving to the fourth question. Fourth question. Relation R in the set Z of all integers defined as R is equal to set ordered pair xy such that x minus y is an integer. As എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്, ദയവായി വായിക്കുക, an integer. R is equal to അപ്പോൾ റിലേഷൻ എന്താണ്? set ordered pair xy such that x minus y is an integer. Now നമുക്ക് വളരെ ക്ലിയർ ആണ് എന്താണ് എക്സ് എന്ന് വെച്ചാൽ ഒരു ഇൻറ്റിജറാണ്, വൈ എന്ന് വെച്ചാൽ ഇൻറ്റിജറാണ്. അപ്പോൾ എക്സ് മൈനസ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? സീറോയാണ്. സീറോ ഒരു ഇൻറ്റിജറാണ്. അതുകൊണ്ട് തന്നെ എ റിലേറ്റഡ് ടു എ അഥവാ എക്സ് റിലേറ്റഡ് ടു എക്സ് ഇസ് ദെയർ, ദെർഫോർ ആർ ഈസ് റിഫ്ലെക്സീവ്. ഇനി അതുപോലെ എക്സ് മൈനസ് വൈ, എക്സ് ഇൻറ്റിജറാണ്, വൈ ഇൻറ്റിജറാണ്, എക്സ് മൈനസ് വൈ ഇൻറ്റിജറാണ്. നേരെ തിരിച്ച് വൈ മൈനസ് എക്സും എന്ത് തന്നെയായിരിക്കും? ഒരു ഇൻറ്റിജർ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എ എക്സ് റിലേറ്റഡ് ടു വൈ, ദെൻ വൈ റിലേറ്റഡ് ടു എക്സ്, ദെർഫോർ ആർ ഈസ് സിമ്മട്രിക്. നൗ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ട്രാൻസിറ്റീവ് ആണെന്നാണ് നോക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എക്സ് വൈ ബിലോങ്സ് ടു ആർ, ദാറ്റ് മീൻസ് എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റിജർ. ഇനി വൈ ഇസഡ് ബിലോങ്സ് ടു ആർ, ദാറ്റ് മീൻസ് വൈ മൈനസ് ഇസഡ് ബിലോങ്സ് ടു ആർ, ദാറ്റ് ഇസ് വൈ മൈനസ് ഇസഡ് ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ രണ്ട് ഇൻറ്റിജേഴ്സ് കൂട്ടിയാൽ വീണ്ടും നമുക്കൊരു ഇൻറ്റിജർ തന്നെ ആവും കിട്ടുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ടുകൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് ഇസഡ് കൺസിഡർ ചെയ്യുക. അപ്പോൾ എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് ഇസഡ് നമുക്ക് കിട്ടും. മൈനസ് വൈയും പ്ലസ് വൈയും ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് എക്സ് മൈനസ് ഇസഡ് എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഇസഡ് ബിലോങ്സ് ടു ആർ ആണ്, ദെർഫോർ ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ ഇവിടെ റിലേഷൻസ് റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ റിലേഷനെ ഒരു ഈക്വലൻസ് റിലേഷൻ എന്ന് പറയാൻ കഴിയുന്നതാണ്. ഓക്കെ, now the fifth question. Relation R in the set A of human beings in a town at a particular time given by relation ആണ് R is equal to set ordered pair xy such that x and y work at the same place. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ ബി, ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം, അതിനുശേഷം ആൻസറിലേക്ക് പോകാം. എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ലിവ് ഇൻ ദ സെയിം പ്ലേസ്. ക്വസ്റ്റ്യൻ നമ്പർ സി, ആർ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് exactly 7 centimeters taller than y, and D, R is equal to set xy such that x is wife of y, and question number E, R is equal to set ordered pair xy such that x is father of y. So നമുക്ക് ഇതിലെ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ എ, R is equal to set xy such that x and y work at the same place. അപ്പോൾ എക്സ് ആൻഡ് എക്സ് ബിലോങ്സ് ടു ആർ, സംശയമില്ലല്ലോ. ആസ് എക്സ് ആൻഡ് എക്സ് വർക്ക് അറ്റ് ദ സെയിം പ്ലേസ്, ദെർഫോർ ആർ ഈസ് റിഫ്ലെക്സീവ്, ദാറ്റ് ഈസ് എക്സ് റിലേറ്റഡ് ടു എക്സ് ഇറ്റ് സെൽഫ്. ഇനി നമുക്കറിയാം എക്സും വൈയും ഒരേ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് എങ്കിൽ തിരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? വൈയും എക്സും ഒരേ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് എക്സ് വൈ ബിലോങ്സ് ടു ആർ മീൻസ് വൈ എക്സ് ബിലോങ്സ് ടു ആർ, ദെർഫോർ ആർ ഈസ് സിമ്മട്രിക്. ഇനി ട്രാൻസിറ്റീവ് നോക്കുമ്പോൾ എക്സും വൈയും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നു, വൈയും ഇസഡും അതേ സ്ഥലത്ത് ജോലി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് എക്സും ഇസഡും അതേ സ്ഥലത്ത് തന്നെയാണ് ജോലി എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് എക്സ് കോമ ഇസഡ് ബിലോങ്സ് ടു ആർ, ദെർഫോർ ആർ ഈസ് ട്രാൻസിറ്റീവ്. ഹിയർ ആൾസോ ആർ ഈസ് റിഫ്ലെക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്, ദെർഫോർ ആർ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ എന്ന് പറയാൻ പറ്റും. ഇനി സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോകുന്നു. ആർ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ലിവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി. തൊട്ട് മുന്നിലെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ആർ ആസ് എക്സ് ആൻഡ് എക്സ് ലിവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി. ഓക്കെ, ദെർഫോർ ആർ ഈസ് റിഫ്ലെക്സീവ്. അതുപോലെ തന്നെ എക്സ് കോമ വൈ live in the same locality, then we can say that y comma x അല്ലെങ്കിൽ y and x live in the same place, therefore R is symmetric. അതുപോലെ x y live in the same locality, y z live in the same locality, then x z live in the same locality. That means A related to B comma B related to C, then A related to C. Therefore, we can say that R is transitive. Here also R is reflexive, R is symmetric and R is transitive.
Therefore, this relation is an equivalence relation. Okay? Now, question number C, third question, okay? R is equal to set ordered pair xy such that x is exactly 7 cm taller than y. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. എക്സ് ഈസ് എക്സാക്ട്ലി 7 cm taller than y. അപ്പോൾ എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ആർ ആവാൻ പറ്റുമോ? പറ്റില്ല. സിൻസ് എക്സ് കനോട്ട് ബി taller than himself. Okay? Therefore, R is not reflexive. Okay? Now, നമുക്ക് എന്ത് നോക്കണം? സിമ്മട്രിക് ആണോ നോക്കണം. അപ്പോൾ എക്സ് ഈസ് 7 cm taller than y, ബട്ട് y cannot be like that. ആവാൻ പറ്റുമോ? y എന്ന് പറയുന്നത് എന്തായിരിക്കും? നേരെ തിരിച്ചായിരിക്കും, 7 cm കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ ഡസ് നോട്ട് ഇംപ്ലൈ വൈ കോമ എക്സ് ബിലോങ്സ് ടു ആർ. ദെർഫോർ ആർ ഈസ് നോട്ട് സിമ്മട്രിക്. ഇനി അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ്? ഈ റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ, വൈ കോമ ഇസഡ് ബിലോങ്സ് ടു ആർ, then we have to prove that x comma z belongs to r. Okay? x comma y belongs to r, y comma z belongs to r, then x comma z belongs to r. Okay? ശരിയല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എക്സ് ഈസ് എക്സാക്ട്ലി 7 cm taller than വൈ. ഇനി വൈ കോമ ഇസഡ് ബിലോങ്സ് ടു ആർ എന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കേണ്ടത്? വൈ ഈസ് എക്സാക്ട്ലി 7 cm taller than ഇസഡ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് എക്സാക്ട്ലി 7 cm taller than ഇസഡ് എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ഒരു കാരണവശാലും കഴിയില്ല. എക്സ് ഈസ് എക്സാക്ട്ലി 14 cm taller than ഇസഡ് ആണ് ശരിയായ ഉത്തരം. അതുകൊണ്ട് തന്നെ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ, ദെർഫോർ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഓക്കെ? അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ ഡി. R is equal to set xy such that x is wife of y. Okay? വളരെ ക്ലിയർ ആണ്. x cannot be wife of herself. Therefore, x comma x does not belongs to R. Therefore, R is not reflexive. ഇനി നിങ്ങൾക്കറിയാം x is the wife of y ആണെങ്കിൽ y cannot be the wife of x. ശരിയല്ലേ? സോ അതുകൊണ്ട് ഈ റിലേഷൻ എന്തല്ല? അത് സിമ്മട്രിക് അല്ല. ഇനി വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കറിയാവുന്നതാണ് എന്താണ്? എക്സ് കോമ വൈ ബിലോങ്സ് ടു ആറും വൈ കോമ ഇസഡ് ബിലോങ്സ് ടു ആറും ആണെങ്കിൽ എക്സ് കോമ ഇസഡ് കനോട്ട് ബിലോങ്സ് ടു ആർ. അപ്പോൾ എക്സ് ഈസ് ദ വൈഫ് ഓഫ് വൈ ആൻഡ് വൈ ഈസ് ദ വൈഫ് ഓഫ് ഇസഡ്. ദിസ് കേസ് ഈസ് നോട്ട് പോസിബിൾ. ആൾസോ ദിസ് നോട്ട് എംപ്ലോയ് ദാറ്റ് എക്സ് ഈസ് ദ വൈഫ് ഓഫ് ഇസഡ്. ദെർഫോർ ദ റിലേഷൻ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഹെൻസ് ആർ ഈസ് neither reflexive nor symmetric nor transitive. The last and final question of this section, that is question number E. R is equal to set xy such that x is the father of y. x is the wife of y എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയും x is the father of y നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. x, x does not belongs to R because x cannot be the father of himself. Therefore, R is not reflex. ഇനി x is the father of y ആണെങ്കിൽ തിരിച്ച് y is the father of x എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് റിലേഷൻ സിമ്മട്രിക്കും അല്ല. ഇനി ട്രാൻസിറ്റിവിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ അറിയാം. x is the father of y, y is the father of z എന്ന് പറഞ്ഞാൽ x is the father of z എന്ന് പറയാൻ കഴിയില്ല. പറയാൻ പറ്റുമോ? x is the father of y and y is the father of z, which implies x is not the father of z. Indeed, x is the grandfather of z. So, x z does not belongs to R. Therefore, R is not transitive.